ലഞ്ച് ഉണ്ടാക്കിയാലോ? ലഞ്ച് ഉണ്ടാക്കാനായിട്ട് എനിക്കുള്ളത് ഫ്രോസൺ മാങ്ങയാണ് കേട്ടോ. ഇത് എനിക്ക് എന്ത് കിട്ടിയാലും ഞാനിപ്പോൾ ഫ്രോസൺ ചെയ്ത് പഠിച്ചുകൊണ്ട് ഫ്രീസറിൽ വെച്ച് യൂസ് ചെയ്യാൻ പഠിച്ചതുകൊണ്ട് ഞാൻ എല്ലാ സാധനങ്ങളും, എനിക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും തന്നെ ഞാൻ ഫ്രീസ് ചെയ്യും കേട്ടോ. എനിക്ക് അങ്ങനെ കിട്ടിയേക്കുന്ന മാങ്ങയാണ് ഇത്. ക്ലീൻ ചെയ്തിട്ട് നന്നായിട്ട് കട്ട് ചെയ്തിട്ട് ഫ്രോസൺ ആക്കി കുറേ നാൾ യൂസ് ചെയ്യാം കേട്ടോ. നമുക്ക് ഒത്തിരി നാൾ യൂസ് ചെയ്യാം. പുറത്ത് രാജ്യങ്ങളിൽ ഉള്ള ആൾക്കാർക്കൊക്കെ അറിയാലോ എങ്ങനെയാ ജീവിക്കുന്നതെന്നുള്ളത്. അപ്പം ഞാൻ ഇത് വെച്ചിട്ട് ചമ്മന്തി ഉണ്ടാക്കാൻ പോകും. ഒരുപാടൊന്നും വേണ്ട, 2-3 പീസ് മാത്രം മതി എനിക്ക്. പച്ചമാങ്ങ ചമ്മന്തി സൂപ്പറാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്കിത് മാത്രം മതി ചോറ് കഴിക്കാൻ. ഇതാണ് കേട്ടോ ഫ്രോസൺ ബ്രൊക്കോളി. അപ്പോൾ ഈ ബ്രൊക്കോളി ഓൾറെഡി ഞാൻ പൊട്ടിച്ച് ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഉള്ളു ഇതിനകത്ത്. അപ്പം നമുക്കത് വെച്ചിട്ടൊരു തോരൻ ഉണ്ടാക്കാം. ഒരു മുട്ടയും കൂടെ ചേർത്തിട്ട് ഇത് മിക്സ് ചെയ്യുമോ കേട്ടോ. എന്നാലേ ഉള്ളൂ എൻ്റെ മോൻ കഴിക്കുക. നിന്റെ ഫ്രണ്ട്സ് എക്സൈറ്റഡ് ആയിരുന്നോ നിന്റെ ടീത്ത് പോയത് കണ്ടിട്ട്? വേറെ എന്തൊക്കെ ആനിമൽസിനെ കണ്ട്? വേറെ കാര്യമല്ല, അത് നമ്മളത് ഡീർച്ചും ചീച്ചും ഡോങ്കീച്ചും കണ്ട്. എന്നിട്ട് നമ്മൾ ഫീഡ് ചെയ്ത് അത് ക്യാരറ്റ് വട്ടിട്ട് എന്നിട്ട് റിയൽ ലൈഫ്. ഞാൻ പറഞ്ഞ ചമ്മന്തി സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ചമ്മന്തി മാത്രം മതി, വേറെ ഒന്നും വേണ്ട. അപ്പം ഞങ്ങൾ ഉച്ചമയക്കത്തിലേക്ക് പോവുകയാണേ. കുറച്ച് സമയം കഴിഞ്ഞ് 5 മണി 5:30 മണിയൊക്കെ ആകുമ്പോഴേ എഴുന്നേൽക്കത്തുള്ളൂ. ആരും വരാനില്ല എന്നുള്ള സമാധാനത്തിലാണ് ഞാൻ കിടക്കുന്നത്. കാരണം എന്താ വെച്ചാൽ പാത്രങ്ങളൊന്നും കഴുകിയിട്ടില്ല, തുണിയൊക്കെ മടക്കി വെക്കാനുണ്ട്. നമുക്കിവിടെ വിസിറ്റേഴ്സ് ആരും വരാനില്ല, അങ്ങനെ ഒരു ഹാബിറ്റ് ഇല്ല നമുക്ക്. ആരും പറയാതെ വീടുകളിലേക്ക് വരില്ല. അതുകൊണ്ട് തന്നെ പേടിക്കണ്ട.